അപ്പോൾ വെറുതെ ഞാനിപ്പോൾ കമ്മിറ്റ് ചെയ്തിട്ടുള്ള സ്ഥലങ്ങളിൽ ഒഴിവാക്കിയിട്ട് കനിയോ ജയശ്രീയുടെ അടുത്തോ പോകുന്നുണ്ടാകില്ല. പക്ഷേ വിളിക്കാതെ പോകുന്ന ഒരാൾ ജയശ്രീ മാത്രമേ ഉള്ളൂ. കനിയും വിളിച്ചിട്ട് തന്നെയാണ് പോകുന്നത്. വിളിക്കാതെ പോകുന്ന ജയശ്രീ, അത് ജയശ്രീ ഞാനും തമ്മിലുള്ള നേരത്തെയുള്ള നമ്മൾ രണ്ടുപേരും ഇണകളായിട്ടിരിക്കുന്ന കരാറുള്ളത് കാരണം കൊണ്ട് ജയശ്രീയുടെ അടുത്ത് ഞാൻ പോകുക എന്ന് പറയുന്നത് ജയശ്രീ ഫോൺ എടുത്ത് വിളിച്ച് പറഞ്ഞിട്ട് എന്താ കാണുന്നില്ലല്ലോ എന്ന് ചോദിക്കേണ്ട കാര്യമില്ല. വടക്കൻ കേരളത്തിലോട്ട് പോയാൽ ജയശ്രീയുടെ അടുത്ത് ഞാൻ പോയിരിക്കും. അത് ആ ഒരാളുടെ അടുത്ത് മാത്രമാണ് ഇപ്പോഴും വിളിക്കാതെ പോകുന്നത്. ബാക്കി വിളിക്കുന്നിട്ട് ആവശ്യമുള്ളിടത്ത് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അനാവശ്യമായ അനുഭവം ഉണ്ടാകത്തില്ല. അത്രയേ ഉള്ളത്. ആവശ്യമുള്ളവരുടെ അടുത്ത് ആവശ്യമുള്ള അത്രയും കാലം ഇരിക്കുക എന്ന് പറയുമ്പോൾ നമ്മളും എന്താണ് വേണ്ടവരാണെന്ന് നമ്മളെ അവർക്കും അനുഭവിപ്പിക്കും, അവരും അനുഭവിക്കും. ആവശ്യം കഴിയുന്നു എന്ന് തോന്നുന്ന സമയത്ത് അവിടുന്ന് പോകാൻ അറിയുന്നവരാണെന്നുണ്ടെങ്കിൽ നല്ല ബന്ധങ്ങളെ ഉണ്ടാവുള്ളൂ. അതുപോലൊരു കാര്യം കൂടെ ഉള്ളത്, ഇപ്പോൾ കനിയുടെ വിദ്യാഭ്യാസത്തിൽ നന്നായിട്ട് ശ്രദ്ധിക്കുകയും അന്ന് ഇൻട്രാക്ട് ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു. ഇപ്പോൾ എങ്ങനെയായിരിക്കും കനിയുടെ അടുത്തുള്ള, ഇപ്പോൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചോദിക്കുമല്ലോ, സംശയങ്ങളോ അങ്ങനെ എന്തെങ്കിലും തരത്തിൽ ആശ്രയിക്കുന്ന ഒരു സ്വഭാവം കനിക്കുണ്ടോ? നമ്മൾ തിരിച്ചെന്തെങ്കിലും കാര്യത്തിൽ ഇതായിരിക്കും നല്ലതെന്നൊക്കെ പറയുന്ന, അങ്ങനെ അഭിപ്രായം പറയുന്ന ഒരു രീതിയുണ്ടോ? ശരിക്കും പറഞ്ഞാൽ അവൾ പറയുന്നത് നമ്മൾ ഇപ്പം ഞാനും ജയശ്രീയും കൂടെ മിക്കവാറും ഒന്നിച്ച് ആണ് അത് കേൾക്കാറുള്ളത്. അവൾ പറയുന്നത് കേൾക്കാറേ ഉള്ളൂ, അല്ലാതെ അഭിപ്രായങ്ങൾ പറയാറില്ല. ചോദിക്കുവാണെങ്കിൽ ഒരു കാര്യത്തിനെ പറ്റി ചോദിക്കുവാണെങ്കിൽ അഭിപ്രായം പറയും. അത് നിങ്ങൾ ആരെങ്കിലും ചോദിക്കുന്ന പോലെ പറയുന്നതേ ഉള്ളൂ. അല്ലാതെ കനി അഭിനയിക്കുന്നത് ഇങ്ങനെയാണോ, അല്ലെങ്കിൽ ഈ സിനിമയിൽ അഭിനയിക്കാമായിരുന്നോ, അല്ലെങ്കിൽ ആ സംവിധായകൻ്റെ കൂടെ പോകാമോ, ഇപ്പം നീ യാത്ര ചെയ്യുന്ന ഇന്നടത്താണോ, ഇതൊന്നും ഇങ്ങനത്തെ ഒരു ചോദ്യമോ ഉത്തരവോ നമുക്കില്ല. അവൾ വിളിച്ചിട്ട് ഇന്നടത്താണുള്ളത് എന്ന് പറയുമ്പോൾ അത് അറിയുകയും അവൾ ഇന്നതൊക്കെയാണ് ചെയ്തത്. അപ്പോൾ എനിക്കിപ്പം അവൾ ഹിന്ദിയിലൊക്കെ സീരിയലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്, ഞാൻ ഇതുവരെ കണ്ടിട്ടേ ഇല്ല. അത് കാണാതിരിക്കുകയല്ല ചെയ്യുന്നത്. ഈ ഹിന്ദി എനിക്ക് അങ്ങനെ അങ്ങോട്ട് ഫ്ലുവൻ്റായിട്ട് കേൾക്കാത്തപ്പോൾ നമുക്ക് അതിൻ്റെ സൂക്ഷ്മതയൊന്നും കിട്ടത്തില്ല. അപ്പോൾ വേറൊരാളോടൊക്കെ ചോദിച്ച് മനസ്സിലാക്കി വെക്കുക വേണ്ടി വരും. അപ്പോൾ അങ്ങനെ പാടുപെട്ട് കാണാനായിട്ട് ഞാൻ പോകാറില്ല. അപ്പോൾ അത് മലയാളത്തിലോ ഇംഗ്ലീഷിലോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കാണുന്നുണ്ടാവും എന്നുള്ളതല്ലാതെ ഞാൻ അവളെ അഭിനയിച്ച എല്ലാ സാധനം കണ്ടിട്ടൊന്നുമില്ല. അവളും പറയാറുണ്ട് ഇപ്പോൾ അഭിനയിച്ചതെല്ലാം കാണാൻ പറയത്തൊന്നുമില്ല. ചിലത് സിനിമ കണ്ടു നോക്കാൻ പറയുന്ന ഒരു സജഷൻ വരുന്നതാണെങ്കിൽ ഇവിടെ സിനിമ ഉണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിൽ കാണണമെന്നുള്ള ആഗ്രഹമാണ്. അത്രയേ ഉള്ളൂ. അല്ലാതെ ഒരു ദിവസവും അവളെ വിളിക്കുന്നത് തീരെ ഇല്ല. നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന കാരണം കൊണ്ട് അവളെവിടെയാണെന്നും എന്തോ ചെയ്യുന്നതെന്നും ബാക്കിയുള്ളവർ അറിയുന്ന പോലെ ഞാനും അറിയുന്നുണ്ട്. അതുകൊണ്ട് പ്രത്യേകിച്ച് നമുക്ക് അങ്ങനെ ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെന്ന് പറഞ്ഞാൽ ഈ വാട്സാപ്പ് എന്ന് പറയുന്ന ഇതിനകത്ത് എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളൊരു ഇന്നടുത്തുണ്ട്, അപ്പോൾ അതിനകത്ത് അവൾ എവിടാ എന്ന് പറഞ്ഞിട്ടൊരു കുറിപ്പടി വന്നാൽ ഇങ്ങോട്ടെങ്ങാണ്ട് വരുവാണെന്ന് മനസ്സിലാവും. അപ്പം അവൾക്കും തിരക്കുള്ള ഒരാളാണ്, ജയശ്രീക്ക് തിരക്കുള്ള ആളാണ്, എനിക്ക് തിരക്കുള്ള ആളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇത് കോർഡിനേറ്റ് ചെയ്യാതെ നമുക്ക് ഒരിക്കലും അല്ലാതെ കാണാൻ പറ്റില്ല. അപ്പം അത് നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അറിയുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ജയശ്രീയുടെ അടുത്ത് ഞാൻ പോകുമ്പോൾ ജയശ്രീയുടെ അടുത്ത് ഞാൻ പറയുന്നുണ്ട് ഞാൻ ഇന്ന ദിവസം വരും എന്ന് പറയുമ്പോൾ ജയശ്രീ അവിടെ കാണണമെന്നില്ല. അപ്പോൾ അവിടെ ഇല്ലെന്ന് പറഞ്ഞാൽ പിന്നെ അങ്ങോട്ട് പോകുന്നുണ്ടാകത്തില്ല. അത്രയേ ഉള്ളൂ. അല്ലാതെ അതിനകത്ത് ഒരു ഇതില്ല. ഇതേപോലെ തന്നെയാണ്. അപ്പോൾ അവൾ എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഇന്നടത്താണെന്ന് പറഞ്ഞാൽ അതിന് പിന്നെ ഒരു മറുപടി ഇല്ലെങ്കിൽ കാണാൻ കഴിയാത്തിടത്താണ് എന്ന് മനസ്സിലായി. പിന്നെ അതിനകത്ത് വലിയ നീ എന്താ അങ്ങനെ ചോദിച്ചതെന്ന് ചോദിക്കത്തൊന്നുമില്ല. നമ്മൾ ആ ഒരു ഡയലോഗില്ല. അതേ സമയത്ത് ഇന്നടത്ത് പോവുകയാണ്. ഇപ്പോൾ ജയശ്രീയും ഞാനും കനിയും കൂടെ ഒന്നിച്ച് കാണുക എന്ന് പറയുന്നത് കനിയുടെ മുൻകൈയിൽ ജയശ്രീയെ കാണാൻ കനി പോകുമ്പോൾ ഞാൻ ഇത്ര ദിവസം തൊട്ട് ഇത്ര ദിവസം വരെ ജയശ്രീയുടെ അടുത്തുണ്ടാവും എന്ന് പറയുമ്പോൾ ഞാൻ അവിടെ എത്തിച്ചിട്ട് നമുക്ക് 3 പേർ കൂടെ കാണാം എന്നുള്ള അർത്ഥമാണ്. അല്ലെന്നുണ്ടെങ്കിൽ ഗോവയിലാണ് അവൾ താമസിക്കുന്നത്, അവിടോട്ട് വരാൻ പറ്റുമോ എന്ന് ചോദിക്കും. അപ്പോൾ ഞങ്ങൾ 2 പേർക്കും സമയം ഉണ്ടെങ്കിൽ നമ്മൾ ഒന്നിച്ച് അപ്പം 2 പേരും ആ സമയം കണ്ടെത്തി അവിടെ എത്തിച്ചേരുക ചെയ്യുന്നത്. അങ്ങനെയാണത് കാണുന്നത്. അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഈ അമ്മയും അച്ഛന്മാരൊക്കെ കുട്ടികളെ മോണിറ്റർ ചെയ്യുന്ന ഒരു സാധനവും അതിനകത്തില്ല. വളരെ സ്വതന്ത്രരായ ഉള്ള വ്യക്തികളാണ്. അപ്പോൾ അവർ ചെയ്ത് ജീവിക്കുന്നു. ഇപ്പം കനി തന്നെ ഇപ്പം ഞാൻ ജീവിച്ചിരിക്കുന്നതുകൊണ്ട് മാത്രമല്ലേ ഞാൻ ഈ കാര്യം അന്വേഷിക്കേണ്ട കാര്യമുള്ളൂ. നമ്മൾ എൻ്റെ പ്രായത്തിൽ ഞാൻ എന്നെ കേരളത്തിൻ്റെ കണക്കനുസരിച്ച് മരിക്കാറായി. മരിക്കാതെ നമ്മൾ ഇരിക്കുന്ന കാരണം കൊണ്ട് മാത്രം നമ്മൾ ഇവരുടെ കാര്യം തിരക്കുന്നതല്ലേ, അല്ലെങ്കിൽ അവർക്ക് തന്നെ ജീവിക്കാൻ പറ്റുന്നവരും. അതെ അതെ, അത്രയേ ഉള്ളത്. പക്ഷേ എങ്കിലും ഈ പഠിപ്പിച്ച ഒരാളെന്നുള്ള രീതിയിൽ നമുക്കൊരു പ്രൗഡ് ഉണ്ടാവുന്ന നിമിഷങ്ങളുണ്ടാവും. ചില കാര്യങ്ങളൊക്കെ അയാൾ നന്നായി ചെയ്യുമ്പോൾ, ഏതൊരു മനുഷ്യന് നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോഴും നമ്മൾ
ഒരു അഭിമാന ബോധമൊക്കെ ഉണ്ടാവും. പക്ഷെ നമ്മുടെ തോട്ട് പ്രോസസ്സോ ഇല്ലെങ്കിൽ ഒരു തോട്ട് സ്കൂളിൽ നിന്ന് വന്ന ഒരു പ്രോഡക്റ്റ് നന്നായി ചിന്തിക്കുന്ന കാണുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഒരു സന്തോഷം തോന്നും. ചില സെൻറ്റൻസുകളൊക്കെ പറയുന്നത് കാണുമ്പോൾ നമുക്ക്, ഇപ്പോൾ മൈത്രേയൻ ചിലതൊക്കെ പറയുന്നത് കാണുമ്പോൾ എനിക്ക് മൈത്രേയനെ കാണുമ്പോൾ ഒരു സന്തോഷം തോന്നുമല്ലോ. അതേപോലെ എപ്പോഴൊക്കെയാണ് സന്തോഷം തോന്നുന്നത്? അവളുടെ ഇൻ്റർവ്യൂ ഒക്കെ കേൾക്കുമ്പോൾ സന്തോഷം തോന്നും. ആ, ഞാൻ ഈ പ്രൈഡ് എന്ന് പറയുന്ന കാര്യമല്ല എനിക്കുള്ളത്. പ്രൈഡ് ഒരു നല്ലതല്ല, നല്ല ഒരു ഇതല്ല. ഐ ആം പ്രൗഡ്. ആൾക്കാരിങ്ങനെ എനിക്ക് ഇപ്പോൾ ക്യാനിൽ പോയപ്പോൾ പ്രൗഡ് ഫാദർ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ അപ്പം തന്നെ പറയുന്നുണ്ട്, ഞാനൊരു പ്രൗഡല്ല. ഞാൻ മറ്റൊരാളെ ചെറുതാക്കുന്ന ഒന്നാണ് ഈ പ്രൈഡ് എന്ന് പറയുന്നത്. അതേ അല്ല, നമുക്ക് സന്തോഷം തോന്നുന്ന സമയം, ഇപ്പം ഇയാൾ അതാണ് പറഞ്ഞത്, നമുക്ക് നല്ല സന്തോഷം തോന്നില്ല, സന്തോഷമാണ് തോന്നുന്നത്. അത് നമ്മുടെ പരിചയക്കാരായിരിക്കുന്നത് പോലെ തന്നെയാണത്. ഇപ്പോൾ നമ്മുടെ ഏറ്റവും അടുത്ത ഒരു കൂട്ടുകാരന് അച്ചീവ്മെൻറ്റ് അവർക്കുണ്ടായാൽ നമ്മൾ സന്തോഷിക്കും. ഈ സന്തോഷം ഞാൻ എക്സ്പീരിയൻസ് ചെയ്യാതിരിക്കത്തില്ല, അത്രയേ ഉള്ളൂ. അല്ലാതെ അതിനപ്പുറത്തോട്ട് അതിനകത്ത് ഒന്നുമില്ല. അല്ല, ഈ പ്രൈഡ് എന്ന് പറയുന്ന സാധനം എൻ്റെ എന്തോ നമ്മുടെ ഒരു പ്രോഡക്റ്റ് ഒന്നുമല്ല. കുട്ടിയെ വളർത്തിയാൽ നമ്മുടെ പ്രോഡക്റ്റ് അല്ല, അത്രയും നമ്മൾ അറിയേണ്ടതുണ്ട്. ആയിരക്കണക്കിന് മനുഷ്യർ ചേർന്നാണ് ഒരു കുഞ്ഞിനെ വളർത്തുന്നത്. ഇന്ന് പണ്ടൊക്കെ ആയിരുന്നെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെയും നമുക്ക് പറയാം നമ്മളാണ് കുട്ടികളെ വളർത്തുന്നത്. ഇന്ന് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? 3-ാമത്തെ വയസ്സാകുമ്പോൾ തൊട്ട് നഴ്സറി പോകുന്നവരല്ലേ. നമ്മളോടൊപ്പം തന്നെ അധ്യാപകർ അവരുടെ ജീവിതത്തിൽ എന്തുമാത്രം സ്വാധീനം ചെലുത്തും. അത് കഴിഞ്ഞിട്ട് ആ ക്ലാസ് റൂമിനകത്ത് അവരുടെ കൂട്ടുകാരായി മാറുന്നവർ അവരായിരിക്കും ഏറ്റവും പ്രൈമറി ആയിട്ട് അവരുടെ ജീവിതത്തിനെ സ്വാധീനിക്കുന്നത്. പ്രത്യേകിച്ച് ഒരു തുടർച്ചയുള്ള ഒരു സ്കൂളിലാണെന്നുണ്ടെങ്കിൽ അവർ തന്നെയായിരിക്കും കൂടിയിരിക്കുന്നത്. നമ്മളെക്കാളും കൂടുതൽ നീണ്ട കാലത്ത് കൂട്ടുകാരായിട്ടിരിക്കുന്നവരായിരിക്കും ഒരാളെ നിർണ്ണയിക്കുന്നത്. പിന്നെ എത്രയോ മനുഷ്യർ അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. ഇവരെല്ലാവരും വളർത്തിയതിന് ശേഷം ഉണ്ടാകുന്ന ഒരു പ്രോഡക്റ്റാണത്. ഇപ്പം ഇപ്പം ഞാൻ ചെയ്യുന്ന സാമൂഹിക പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും കനി ചെയ്തിട്ടില്ല, അങ്ങനത്തെ ഒരു കാര്യമല്ല അവൾ ചെയ്തത്. അവൾ വേറൊരു എനിക്ക് ഒരു അല്പം പോലും അറിഞ്ഞുകൂടാത്തൊരു കാര്യത്തിനകത്താണ് അവൾ വിജയിക്കുന്നത്. എനിക്ക് അഭിനയിക്കാനായിട്ട് ഞാൻ ഒരു വരി പറയാനായിട്ട് ഒന്ന് ശ്രമിച്ചായിരുന്നു. ഞാൻ കുഴഞ്ഞു പോയായിരുന്നു. 3 തവണ എടുത്തിട്ട് പോലും ശരിയായില്ല. അപ്പോൾ അത് അങ്ങനെ സംഭവിച്ചിരിക്കുന്നതുകൊണ്ട് ആ ആർട്ടിനകത്തോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു മേഖലയ്ക്കകത്ത് എനിക്ക് യാതൊരു കോൺട്രിബ്യൂഷൻ അവളുടെ ജീവിതത്തിൽ കൊടുത്തിട്ടില്ല. അത് അവളുടെ സ്വന്തമല്ലേ. അതിനകത്ത് അവളുടെ സ്വന്തമാണെന്ന് പറയുമ്പോൾ എത്രയോ ആളുകൾ ചേർന്ന് ഉണ്ടാക്കി കൊടുത്ത ഒരു സ്വന്തമാണത്. അഭിനയക്കാർ ചെയ്തിട്ടുള്ളത്, ഞാൻ പറഞ്ഞില്ലേ, ഇവിടുത്തെ സ്ത്രീ നാടക പ്രവർത്തകരായിരിക്കുന്നവരെല്ലാവരും കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അവരുടെ എല്ലാവരുടെ പ്രോഡക്റ്റാണ്, ഡ്രാമ സ്കൂളുകാരുടെ പ്രോഡക്റ്റാണ്. അത് കഴിഞ്ഞിട്ട് അവൾ ഫ്രാൻസിൽ പോയി പഠിച്ച അവരുടെ ഇതെല്ലാം കൂടെ ചേർന്നുണ്ടായിരിക്കുന്ന ഒരാളാണ് അവൾ. അല്ലാതെ അതിനകത്ത് ഞാൻ എന്താണ്, എൻ്റെ റോൾ എത്രയാണ്, വളരെ മിനിമമാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ അങ്ങനെ അറിയേണ്ടതുണ്ട്. നമ്മുടെ മക്കളൊന്നും നമ്മുടേതല്ലാതായി എന്നേ മാറിപ്പോയി കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ പണ്ടത്തെ പോലെ അമ്മയുടെയും അച്ഛൻ്റെയും വളർത്തിയ മക്കളായിട്ട് നമ്മൾ, അതുകൊണ്ടാണ് ഈ തുടർച്ച അവരുടെ പേരൊക്കെ നമ്മുടെ പുറകിൽ എഴുതി വെപ്പിച്ചിട്ട് നമ്മളെ അവരുടേതാക്കാനുള്ള ഈ ശ്രമങ്ങളെന്ന് പറയുന്നൊന്നും ഒരു മീനിങ്ങും ഇല്ല. സ്കൂളിനകത്താണ് അവർ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ചിട്ട് ഉറങ്ങാനായിട്ട് വീട്ടിലോട്ട് വരുന്നിടത്തായി മാറിക്കഴിഞ്ഞിട്ടില്ലേ. ഇതൊക്കെ നമ്മൾ അറിയേണ്ടതാ. അതുകൊണ്ടാണ് അങ്ങനെ അത് കാണാത്തത്. നമ്മുടെ അല്ല, മക്കൾ നമ്മുടേതാണെന്ന് വിചാരിക്കുന്ന ഒരു കാലം നമ്മൾ തന്നെ പഠിപ്പിക്കും. ഇപ്പോൾ കൃഷി പഠിപ്പിക്കുന്നവർ അവരുടെ മക്കളെ ആ കൃഷി തന്നെയായിരുന്നു പഠിപ്പിച്ചിരുന്നത്, അല്ലെങ്കിൽ കുലത്തൊഴിൽ ചെയ്യുന്നവർ കുലത്തൊഴിൽ തന്നെ പഠിപ്പിച്ചിരുന്നത്. ഇന്ന് നമ്മുടെ മക്കളെ ആരാണ് നമ്മളെന്താ പഠിപ്പിക്കുന്നത്? നമുക്ക് തീരെ പഠിപ്പിക്കാൻ പറ്റത്തില്ല. കാരണം അവർക്ക് വേറെ അറിവാണ് ഉള്ളത്. ഇപ്പം ഹാർട്ട് ഓപ്പറേഷൻ പഠിച്ചിരിക്കുന്ന ഒരു മകനോട് അച്ഛൻ എന്ത് പറഞ്ഞു കൊടുക്കാനൊക്കെ? അങ്ങനൊന്നും ഇല്ല. ഇതൊക്കെ എന്നേ കഴിഞ്ഞു പോയി എന്നുള്ള കാര്യങ്ങളിലുള്ള തിരിച്ചറിവാണ് എനിക്കുള്ളത്. അതുകൊണ്ടാണ് അതിനകത്ത് ഇങ്ങനെ ഈ പ്രൈഡ് അനുഭവിക്കാനായിട്ട് നമ്മുടെ പ്രോഡക്റ്റ് അല്ല, ഒരു കലാരൂപം ഉണ്ടാക്കി വെച്ചിട്ട് എല്ലാവരും കൂടെ അത് കൊള്ളാമെന്ന് പറയുമ്പോൾ നമുക്ക് തോന്നുന്ന സാധനമല്ലത്. സന്തോഷമുണ്ട്, അത് സംശയമൊന്നുമില്ല. അവൾ സന്തോഷമായിട്ട് സംസാരിക്കുകയും പറയുകയും, ഞാൻ പറഞ്ഞില്ല, അവൾ ഇൻ്റർവ്യൂ ഒക്കെ കാണുമ്പോൾ കൊള്ളാം എന്ന് തോന്നിയിട്ടുണ്ട്. അങ്ങനെയാണ് അത് അവൾ ഓൺ ചെയ്ത് ഓരോന്ന് പറയുന്നതൊക്കെ സന്തോഷം തോന്നും. അഭിമാനമല്ല, പ്രൈഡല്ലത്. അതേപോലെ തന്നെ കനിയുടെ അടുത്ത് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഈ ക്രിയേറ്റിവിറ്റിയെക്കുറിച്ചുള്ള നമ്മുടെ ഒരു കാഴ്ചപ്പാടുണ്ട്. എന്താണ് ക്രിയേറ്റിവിറ്റി എന്നുള്ളത് നമ്മൾ കാലാകാലങ്ങളായി ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചില ചോദ്യങ്ങളിൽ ഒന്നാണ്. അതേപോലെ തന്നെ അതിന് മുമ്പ് എനിക്ക്
ഒരു പഠിക്കാൻ ആഗ്രഹമുള്ളൊരു വാക്കാണ് പ്രൊഫഷണലിസം എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മളൊരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നു, ആ സ്ഥാപനത്തിൻ്റെ ആദർശവും നമ്മുടെ ആദർശവും ആശയവും തമ്മിൽ ഒരു തരത്തിലുള്ള ബന്ധം ഉണ്ടാവില്ല. അപ്പം നമ്മൾ പക്ഷേ അവിടെ ചെയ്യേണ്ട ഒരു ജോലി ഉണ്ടാവും. ഈ നമ്മൾ റിട്ടയർഡ് ആവുന്നവർ ചിലപ്പോൾ അതിനകത്തായിരിക്കും ജോലി ചെയ്യുന്നത്. ആ സമയത്തൊന്നും നമുക്ക് ചിലപ്പോൾ ഒരു ഫേസ്ബുക്കിൽ പോലും ഒരു കുറിപ്പ് എഴുതാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ പറയുന്നത് ഇത് പ്രൊഫഷണൽ ആയി കാണൂ എന്നാണ് പറയുന്നത്. ഈ പ്രൊഫഷണലിസം എന്ന് പറയുന്നത് നമ്മുടെ ആശയവുമായിട്ട് ബന്ധപ്പെടാത്ത ഒരു ജോലി നമ്മൾ നിരന്തരമായി ചെയ്യുകയും ഒടുവിൽ റിട്ടയർഡ് ആകുമ്പോഴും നമ്മൾ അതിൻ്റെ ഭാഗമായി മാറുകയൊക്കെ ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ പ്രൊഫഷണലിസം എന്ന് പറയുന്ന വാക്ക്. ശരിക്കും ഈ പ്രൊഫഷണലിസത്തെ നമ്മൾ എങ്ങനെയാണ് വ്യാഖ്യാനിക്കേണ്ടത്? നമ്മളെ മറ്റുള്ളവർക്ക് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി ഉണ്ടാക്കിയിരുന്ന വിദ്യാഭ്യാസമായിരുന്നു ഈ ലോകത്തുള്ളത്. അപ്പം അങ്ങനെ മനസ്സിലാക്കണം. ഇപ്പോൾ ഫാക്ടറി ആരംഭിക്കുമ്പോഴാണ് പബ്ലിക് സ്കൂളുകൾ ആരംഭിക്കുന്നത്.